കണ്ണൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ മിന്നൽ പരിശോധന. നിയമനം തടഞ്ഞുവെക്കുന്നുവെന്ന എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ പരാതിയിലാണ് മന്ത്രി നേരിട്ട് പരിശോധനയ്ക്കെത്തിയത്. ഉദ്യോഗസ്ഥരിൽ നിന്ന് വിവരങ്ങൾ തേടിയ മന്ത്രി അന്വേഷിച്ച ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകാൻ വിദ്യാഭ്യാസ ഉപഡയറക്ടറോട് ആവശ്യപ്പെട്ടു. കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടിക്കെത്തിയപ്പോഴാണ് 8 വർഷത്തോളമായി നിയമനം തടഞ്ഞുവെച്ചുവെന്ന പരാതിയുമായി വാരം UP സ്കൂളിലെ അധ്യാപകരായ അഞ്ജു, ശുഭ, അർജുൻ എന്നിവർ വിദ്യാഭ്യാസ മന്ത്രിയെ കണ്ടത്. അധ്യാപകരുടെ പരാതിയിൽ മന്ത്രിയുടെ അടിയന്തര ഇടപെടൽ. ഉടൻ തന്നെ പരാതിക്കാർക്കൊപ്പം കണ്ണൂർ നോർത്ത് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെത്തി. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഷൈനി, AEO മുഹമ്മദ് ഇബ്രാഹിം എന്നിവരിൽ നിന്ന് വിവരങ്ങൾ തേടിയ മന്ത്രി ഒരാഴ്ചക്കകം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി. അവർ ഇത്രയും വർഷം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക, ഒരു ശമ്പളവും ഇല്ല. ഇതിനിടയിൽ ഒരു ടീച്ചറിൻ്റെ ഹസ്ബൻഡ് അസുഖം വന്ന് മരിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എപ്പോഴും ഇവിടെ ഓഫീസിൽ വന്നു കഴിഞ്ഞാലും പറയും ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 9 വർഷക്കാലമായിട്ട് ഈ ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഒരു സ്കൂളിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് കണ്ണൂർ വന്നപ്പോഴാണ് ഇവർ പാവങ്ങൾ വന്നതിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞത്. എന്തായാലും ഒരാഴ്ചയ്ക്കകം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് DOP ഉത്തരവ്. നിയമനാവശ്യവുമായി ബന്ധപ്പെടുമ്പോൾ വർഷങ്ങളായി ഉദ്യോഗസ്ഥർ പല കാരണങ്ങൾ പറഞ്ഞ് മടക്കി അയക്കുകയായിരുന്നുവെന്ന് അധ്യാപകർ പറഞ്ഞു. 2017 മുതൽ നിയമനം കിട്ടാത്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതി. ഓരോ കാലഘട്ടത്തിലും ഓരോരോ കാരണങ്ങളാണ് ഇവിടുന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യം സീനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകരുടെ നിയമനം പറഞ്ഞു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോന്ന് എല്ലാം ക്ലിയറായി വരുമ്പോഴും പുതിയൊരു കാരണം ഉണ്ടാവും. അങ്ങനെ വന്ന് ഞങ്ങൾ 3 പേര് ഇപ്പോഴും 2017 സ്കൂളിൽ അധ്യാപികയായെത്തിയ ശുഭയും 2018 മുതൽ സ്കൂളിലുള്ള അഞ്ജുവും അർജുനും നിയമന പ്രശ്നം മൂലം ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ ഇല്ലാതെയാണ് ജോലി ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. കൈരളി ന്യൂസ്, കണ്ണൂർ.